ഹായ്, ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ 4th ചാപ്റ്ററിലേക്ക് പോവുകയാണ്. 4th ചാപ്റ്റർ എല്ലാവർക്കും അറിയാം. എന്താണ്? തിയറി ഓഫ് ഫേം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണല്ലേ. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ. ഇനി എന്താണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാ ദിവസവും വൈകുന്നേരം വീടുകളിൽ നിന്ന് പാരൻസും അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താണ് മാർക്കറ്റിൽ പോകാറുണ്ടല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ പോകുന്ന സ്ഥലം. മാർക്കറ്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് മാർക്കറ്റിനെ പറഞ്ഞത് ഇറ്റ്സ് എ പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ടുഗെദർ ടു പർച്ചേസ് ആൻഡ് സെയിൽ കമ്മോഡിറ്റീസ് എന്നാണ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ വേണ്ടി, വിൽക്കുവാനും വേണ്ടി വാങ്ങുന്നയാളും വിൽക്കുന്നയാളും കണ്ടുമുട്ടുന്ന സ്ഥലമെന്നാണ് മാർക്കറ്റിനെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിനൊരു സ്ഥലമൊന്നും ആവശ്യമില്ലെന്ന്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മാർക്കറ്റിനുടെ പ്രത്യേകതയെക്കുറിച്ച്, അതേപോലെ മാർക്കറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫോമായിട്ടുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അത് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മറ്റ് മാർക്കറ്റുകൾ, ഇന്ന് നിലവിലിരിക്കുന്ന എല്ലാ മാർക്കറ്റുകളെക്കുറിച്ചും പഠിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തിയറി ഓഫ് ഫേം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് ഫോം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് മാർക്കറ്റ് എന്നാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ്. മാർക്കറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അറേഞ്ച്മെൻറ്റ്. അറേഞ്ച്മെൻറ്റ് എന്താണ്? അറേഞ്ച്മെൻറ്റ് where buyers and sellers came into contact to purchase and sell വിൽക്കുകയും വാങ്ങുകയും, കമ്മോഡിറ്റീസ് അറ്റ് എ പ്രൈസ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആയിരുന്നു അല്ലേ. അപ്പോൾ നൗ എ ഡേയ്സ് മാർക്കറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അറേഞ്ച്മെൻറ്റ് വെയർ ബൈ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അല്ലെങ്കിൽ വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് came into contact to purchase and sell commodities at a price. ഒരു നിശ്ചിത വിലയിൽ, അല്ലെ തന്നിരിക്കുന്ന വിലയിൽ സാധനങ്ങളും സേവനങ്ങളും, കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ വിൽക്കുവാനും വാങ്ങുവാനുമായിട്ട് വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിലെത്തുന്ന ഒരു കോണ്ടാക്റ്റിലെത്തുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെ 4 തരംതിരിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4. 4 ടൈപ്സ് ഓഫ് മാർക്കറ്റ്. 4 അത് ഒന്നാമത്തേതിനെ വിളിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. The second one is monopoly. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മത്സര കമ്പോളം. അപ്പോൾ രണ്ടാമത്തേത് മോണോപോളി, കുത്തക കമ്പോളം, മോണോപോളി. മൂന്നാമത്തേത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മത്സരാധിഷ്ഠിത കമ്പോളം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അടുത്തത് ഒലിഗോപോളി. ഇങ്ങനെ 4 മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലുമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ എന്താണെന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലാസ്, അതായത് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാൻ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ
വിളിക്കുന്നത്. അത് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണെന്ന്: നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും എണ്ണം; നാച്ചർ ഓഫ് കമോഡിറ്റി, വിൽക്കപ്പെടുന്ന സാധനങ്ങളുടെ പ്രത്യേകത; അതേപോലെ മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, സാധനങ്ങളുടെയും ഉൽപാദന ഘടകങ്ങളുടെയും ചലനാത്മകത. പിന്നെ വരുന്നത് മാർക്കറ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് ഫൈനലി ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഈ 5 ഘടകങ്ങളുടെ, ഈ 5 ഫീച്ചേഴ്സ് നമ്മളിനി അടുത്ത മാർക്കറ്റിൽ കാണും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ 5 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് ഈ 4 എണ്ണത്തിൽ ഏത് ഫോമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ മാർക്കറ്റ് കണ്ടീഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മത്സരാധിഷ്ഠിത കമ്പോളം എന്നാണ് പറയുക, അല്ലെ പൂർണ്ണ മത്സര കമ്പോളം. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ. മാർക്കറ്റ് സിറ്റുവേഷൻ where in which അല്ലെ whereby എന്ന് വേണമെങ്കിലും ചേർക്കാം. very large number of buyers and sellers. ബയേഴ്സ് എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവൻ, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ വിൽക്കുന്നവൻ. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓപ്പറേറ്റ് ഫ്രീലി and operate freely on homogeneous commodity. Homogeneous commodity at uniform price. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് നോക്കാം. യൂണിഫോം പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യവില. ഹോമോജീനിയസ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കലായിട്ട്, അതായത് ഷേപ്പിലോ കളറിലോ സ്മെല്ലിലോ ഒന്നും, ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ഒന്നും തന്നെ മാറ്റമില്ലാത്തതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹോമോജീനിയസ് എന്ന് വിളിക്കുന്നത്. ഏകജാതീയ ഉൽപ്പന്നങ്ങൾ എന്നാണ് മലയാളം. അപ്പോൾ ഏകജാതീയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഒരു ക്ലാസ്സിൽ യൂണിഫോം ഇട്ട കുട്ടികളെ പോലെ ഇരിക്കും. അപ്പോൾ ഹോമോജീനിയസ്, ഈ ഹോമോജീനിറ്റി ഉണ്ടാവാൻ വേണ്ടിയാണ് സ്കൂളുകളിലൊക്കെ നമ്മൾ യൂണിഫോം നടപ്പിലാക്കുന്നത്. ഒരേപോലെ യൂണിഫോം എന്ന് പറയും, ഒരേപോലെ. ആ ഒരേപോലെ എല്ലാ തരത്തിലും ഒരേപോലെയുള്ള കമ്മോഡിറ്റിയാണ് ഹോമോജീനിയസ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാർക്കറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്? മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്. ഒരുപാട് വിൽക്കുന്നവരും വാങ്ങുന്നവരും, അവരെത്രയാണെന്ന് എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവർ എങ്ങനെയുള്ള കമ്മോഡിറ്റിയാണ്? ഓപ്പറേറ്റ് ഫ്രീലി, വളരെ ഫ്രീ ആയിട്ട്, അതായത് അവിടെ ദർ ഈസ് നോ ബാരിയർ ടു എൻട്രി ആൻഡ് എക്സിറ്റ്. ഒരു ഘടകങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളും ഇല്ലാതെ മാർക്കറ്റിലേക്ക് വരാനും പോവാനും കഴിയുന്ന തരത്തിലാണ് ഓപ്പറേറ്റ് ഫ്രീലി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓപ്പറേറ്റ് ഫ്രീലി? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓപ്പറേറ്റ് ഫ്രീലി ഓൺ ഹോമോജീനിയസ് കമ്മോഡിറ്റീസ് അറ്റ് യൂണിഫോം പ്രൈസ്. ഏകജാതീയ ഉൽപ്പന്നങ്ങൾ ഒരേ വിലയ്ക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന, ഒരുപാട് വിൽക്കുന്നവരും വാങ്ങുന്നവരും ചേർന്ന മാർക്കറ്റിനെയാണ്, കമ്പോളത്തെയാണ് മത്സരാധിഷ്ഠിത കമ്പോളം അല്ലെ പൂർണ്ണ മത്സര കമ്പോളം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ പ്രത്യേകതകളിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നോക്കാം അല്ലേ.
അപ്പോൾ ഇതിന് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ പ്രത്യേകതകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് ഇന്ന് വേൾഡ് സിറ്റുവേഷനിലുണ്ടോ എന്ന് പോലും തോന്നും. അപ്പോൾ ഇത് ശരിക്കും എന്താണ് ഒരു ടോപ്പിയൻ ഐഡിയ ആയിട്ടാണ് നമുക്ക് പലപ്പോഴും വളരെ അപൂർവമായിട്ട് മാത്രമേ ഇന്നീ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ കാണപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീച്ചേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫീച്ചേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഒരുപാട്, അതായത് ലാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1, 2, 10 അല്ല അല്ലേ, ഒരുപാട് എണ്ണാൻ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റാത്ത അത്രയും വരുന്ന അത്രയും എന്താണ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തേത് നേരത്തെ നമ്മൾ പറഞ്ഞു ഹോമോജീനിയസ് കമോഡിറ്റി. ഹോമോജീനിയസ് കമോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കമോഡിറ്റീസ് ആർ ഐഡൻറ്റിക്കൽ, ഒരേപോലെയുള്ളവയാണ് ഇൻ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, കളർ, ഷേപ്പ്, സ്മെല്ല് ഒക്കെ. അതായത് എന്തൊക്കെയാണോ കമോഡിറ്റികളെ വേർതിരിക്കുന്നത് അങ്ങനെ യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ ഒരേപോലെ തോന്നുന്ന കമോഡിറ്റികളെയാണ് എന്ത് വിളിക്കുന്നത്, ഹോമോജീനിയസ് കമോഡിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ കമോഡിറ്റിയുടെ പ്രത്യേകതയാണ് ഹോമോജീനിയസ് കമോഡിറ്റിയാണ് എന്നുള്ളത്. ഇനി മൂന്നാമത്തേത് പെർഫെക്റ്റ് നോളജ് about market conditions. അതായത് മാർക്കറ്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാധനങ്ങളും സേവനങ്ങളും എവിടെയൊക്കെയാണ് വിൽക്കുന്നത്, ആരൊക്കെയാണ് വിൽക്കുന്നത്, എന്തായിരിക്കും വില, എത്ര അളവാണ്, ഇങ്ങനെ. അതായത് വില കുറയാൻ സാധ്യതയുണ്ടോ, ഇനി വില കൂടാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ് ആണ് അടുത്ത പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും, അതായത് ബയേഴ്സിനും ഉണ്ടാവും സെല്ലേഴ്സിനും ഉണ്ടാവും പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് കമ്പോള നിലവാരത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം ബയേഴ്സിനും സെല്ലേഴ്സിനും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് കമോഡിറ്റീസ്. അതായത് കമോഡിറ്റീസ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് കേട്ടോ. കമോഡിറ്റീസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഫ്രീ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ചലന സ്വാതന്ത്ര്യമാണ്, അല്ലെ ചലനാത്മകതയാണ്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് സുഗമമായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഒരു സാധനങ്ങളും അതേപോലെ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകങ്ങളും ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് സാധനങ്ങൾ കൊണ്ടുപോകാം, അതായത് യാതൊരു ബാരിയറും ഇല്ല. അതായത് ഇത്ര സാധനങ്ങൾ ഇന്നത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, തൊഴിലാളികളെ കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കയറ്റുമതി ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് കമോഡിറ്റീസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകങ്ങളും സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഫ്രീ മൊബൈലാണ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തേത് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇതിനോട് ചേർത്ത് നമുക്ക് പറയാവുന്നതാണ് നോ ട്രാൻസ്പോർട്ടേഷൻ. ഫ്രീ മൊബിലിറ്റിയാണ്, അതുകൂടാതെ എന്താണ്
ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? സാധനങ്ങളും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ചിലവാണ് അല്ലേ, അതാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഫ്രീ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഇതാണ് 5ാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, അതായത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രിയിലും മാർക്കറ്റിലും ആർക്ക് വേണമെങ്കിലും, അതായത് ഏത് ബയർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് സെല്ലർക്ക് അല്ലെങ്കിൽ ഏത് പ്രൊഡ്യൂസർക്ക് വേണമെങ്കിലും എപ്പോഴും കടന്നു വരാനും പ്രൊഡക്ഷൻ നടത്താനും വിൽക്കാനും നിർത്തിപ്പോവാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. The buyers, sellers and producers can enter into the market and industry whenever they wish, and they can stop and exit from it as they like. അവർ ഇഷ്ടപ്പെടുന്ന സമയത്ത് കയറി വരാനും അതേപോലെ തന്നെ ഉൽപ്പാദനം നടത്താനും അത് വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ നിർത്തിപ്പോകാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി അടുത്ത 7ാമത്തേതെന്ന് പറയുന്നത്, നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് യൂണിഫോം പ്രൈസ് ആണ്. യൂണിഫോം പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരേ വിലയാണ് സാധനങ്ങൾക്കും എന്താണ് ഒരു സാധനത്തിന് ഒരൊറ്റ വില മാത്രമേ ഉള്ളൂ, പലതരം വിലകൾ ഇല്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഒരു പിന്നെന്താണ് ഹെർബൽ സോപ്പ് വാങ്ങാൻ പോയാൽ അല്ലെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ പോയാൽ ഓരോ കമ്പനിയുടെ ടൂത്ത് പേസ്റ്റിനും വ്യത്യസ്തങ്ങളായ വിലയായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു 100 ഗ്രാമിൻ്റെ പാക്ക് ഉണ്ടെങ്കിൽ അതിന് എല്ലാത്തിനും ഒരേ വിലയായിരിക്കും, സെയിം പ്രൈസ്. അങ്ങനെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതാണ് യൂണിഫോം പ്രൈസ്, ഈക്വൽ പ്രൈസ് അല്ലേ, ഈക്വാളിറ്റി ഇൻ പ്രൈസ് ഫോർ സെയിം കമ്മോഡിറ്റി. ഒരേ കമ്മോഡിറ്റിക്ക് ഒരൊറ്റ വില മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്തത് 8ാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് നോ ഗവൺമെൻറ് കൺട്രോൾ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് കൺട്രോൾ. ഗവൺമെൻറ് കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ യാതൊരു നിയന്ത്രണങ്ങളും അല്ലെ വിപണിയിൽ ഇടപെടില്ല. വിപണിയിൽ ഗവൺമെൻറ് ഇടപെടുമ്പോഴാണ് GST ഒക്കെ വരുന്നത് അല്ലേ. അതേപോലെ എന്താണ്, തറവില നിശ്ചയിക്കലും ഫ്ലോർ പ്രൈസ് ഒക്കെ വരുന്നത്, പിന്നെ എന്താണ് പ്രൈസ് സീലിങ്, അതൊക്കെ വരുന്നത് സബ്സിഡി കൊടുക്കൽ, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇടപെടലുകളൊന്നും മാർക്കറ്റിൽ ഗവൺമെൻറ് കാണിക്കാത്ത ഒരു മാർക്കറ്റ് ഫോമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതാണ് 8ാമത്തെ ഫീച്ചർ, ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് കൺട്രോൾ. ഇനി നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. എന്താണ് സെല്ലിംഗ് കോസ്റ്റ്? വിൽപ്പന ചെലവ് എന്ന് പറയും. സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചിലവ് എന്താണ്? യെസ്, അഡ്വർടൈസ്മെൻ്റ് ആണല്ലേ. നമ്മൾ സാധനങ്ങൾ കൂടുതൽ വിറ്റ് പോകാൻ വേണ്ടി പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പരസ്യത്തിന് അല്ലെങ്കിൽ വേറെ എന്താണ് കൊടുക്കാറ്? ഓഫറുകൾ കൊടുക്കും അല്ലേ. ഒന്നെടുത്താൽ രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ, അല്ലെങ്കിൽ buy 2 get 1 അല്ലെങ്കിൽ buy 1 get 1 അങ്ങനെ, അല്ലെങ്കിൽ 20% എക്സ്ട്രാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഓഫറുകൾ കൊടുക്കും. അപ്പോൾ ഈ ഓഫറുകൾക്കും അഡ്വർടൈസ്മെൻറ്റുകൾക്കൊക്കെ ചിലവാകുന്ന കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? സെല്ലിംഗ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിംഗ് കോസ്റ്റ് ഇല്ലാത്തൊരു മാർക്കറ്റ് സിറ്റുവേഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇനി ഇതിൻ്റെ വേറൊരു 10ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്. എന്താണ് പ്രൈസ് ടേക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? കെയർ ടേക്കറൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ടേക്കേഴ്സ്, പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിലവിലുള്ള വിലയിൽ മാത്രമേ ആർക്കും വിൽക്കുവാനും വാങ്ങുവാനും കഴിയുകയുള്ളൂ. അതായത് ഒരു ബയറോ ഒരു സെല്ലറോ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ വിലയിൽ മാറ്റം വരുത്താൻ പറ്റില്ല. മാർക്കറ്റിൽ ഓൾറെഡി എന്താണോ വില, ആ വിലയിൽ മാത്രമേ ആ കമ്മോഡിറ്റി നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ
അത് വിൽക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. എവിടെ പോയാലും ഒരേ വിലയിൽ വിൽക്കേണ്ട വരും എന്നുള്ളതാണ്. അതാണ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിമാൻഡ് കർവിൻ്റെ പ്രത്യേകതയാണ്. ഡിമാൻഡ് കർവ് in perfect competition is parallel to OX axis. എന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴാണ് പാരലൽ ആവുന്നത്? യെസ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണല്ലേ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയാം. ഡിമാൻഡ് കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എങ്ങനെയാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. OX ആക്സിസിന് പാരലലായിട്ടുള്ള ഡിമാൻഡ് കർവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഫിക്സ് ചെയ്യപ്പെടുന്നത് എന്നാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥയാണല്ലേ. ഇക്വിലിബ്രിയം നോക്കാം നമുക്ക്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം, എല്ലാ ഫേമുകളുടെയും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേമുകളുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം ഈസ്, അത് നമുക്ക് വേണേൽ പറയാം ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് കേട്ടോ. പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. എല്ലാ ഫേമുകളുടെയും ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് പരമാവധിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് പരമാവധിയാകുന്ന കണ്ടീഷനെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ഫേമിൽ ഈ ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തുന്നത്, ഇക്വിലിബ്രിയം അല്ലെ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ ഈസ് MC = MR എന്നുള്ള കണ്ടീഷനിലാണ്. ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷനിലെത്തുന്നത് എപ്പോഴാണ്? മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് തുല്യമാകുമ്പോഴാണ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനായിട്ട് 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ 3 കണ്ടീഷൻസിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 കണ്ടീഷൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് MC = MR ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ, അതേപോലെ. അപ്പോൾ പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. പ്രൈസ് ഒന്നാമത്തെ കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷൻ, പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു അല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം നമുക്ക്. ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഓഫ് ദ ഫേം എന്ന് വെച്ചാൽ എന്താണ്? P = MC ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് MC ഷുഡ് കട്ട്. MC ഷുഡ് കട്ട് MR ഫ്രം ബിലോ എന്ന് വെച്ചാൽ MC കർവ് MR കർവിനെ താഴെ നിന്നും മുകളിലോട്ട് പോകുന്നത്. അതായത് നമുക്കറിയാം MC കർവ് എങ്ങനെയാണ്? U ഷേപ്പാണ് അല്ലേ. അതിന് ഡിക്രീസിങ് പാർട്ടുണ്ട്, ഇൻക്രീസിങ് പാർട്ടുണ്ട്. അപ്പോൾ ഈ ഇൻക്രീസിങ് പാർട്ടിൽ നിന്ന് വേണം കട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. അത് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ MC ഷുഡ് കട്ട് MR ഫ്രം ബിലോ. ഇനി മൂന്നാമത്തെ കണ്ടീഷനിൽ 2 കണ്ടീഷൻസ് നമുക്ക് പറയാനുണ്ട്, ലോങ് റണ്ണിലെയും ഷോർട്ട് റണ്ണിലെയും. അപ്പോൾ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഒന്നാമത്തെ ഇത് ഷോർട്ട് റൺ. ഇൻ ഷോർട്ട് റൺ പ്രൈസ്
ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ്. എന്നുവെച്ചാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഷോർട്ട് റണ്ണിൽ വില എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിന് തുല്യമോ അതിനേക്കാളും കൂടുതലോ ആണെങ്കിലും മാത്രമേ ലാഭം കിട്ടുകയുള്ളൂ. ഇനി ഇൻ ലോങ് റൺ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRAC, ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അപ്പോൾ ഇതാണ് 3 കണ്ടീഷൻസായിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതിനുള്ള കണ്ടീഷനായിട്ട് പറയുന്നത്. ഇതിന് പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻസ് എന്നും പറയും. ദീസ് കണ്ടീഷൻസ് ആർ ഓൾസോ കോൾഡ് പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു പെർഫെക്റ്റ് കോമ്പറ്റിറ്റീവ് മാർക്കറ്റിൽ പ്രോഫിറ്റ് മാക്സിമം ആകുന്ന കണ്ടീഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനിൽ നമുക്ക് എന്താണ് അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം, പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേമിൻ്റെ ചിത്രമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. മാക്സിമൈസിങ് പ്രോഫിറ്റ് ഫേമിൻ്റെ ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ വൈ എക്സ് പിന്നെ ഒറിജിൻ ഓ. ഇപ്പോൾ ഡിമാൻഡ് കർവിനെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, AR ഈസ് ഈക്വൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പാരലൽ ടു OX ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഡിമാൻഡ് കർവ് ഇത് തന്നെയാണ് പ്രൈസ് കർവായിട്ട് വരുന്നത് കേട്ടോ. പ്രൈസ് കർവ് ഡിമാൻഡ് കർവും സെയിം ആയിരിക്കും. ഡിമാൻഡ് കർവ് AR കർവ് അതേപോലെ MR ഇതൊക്കെ 1 and the same ആണ്. അതായത് പ്രൈസ് കർവ് ഈസ് സെയിം ആസ് ആവറേജ് റവന്യൂ കർവ് ആൻഡ് ഇറ്റ് ഈസ് സെയിം ആസ് മാർജിനൽ റവന്യൂ കർവ് ആൻഡ് ഇറ്റ് ഈസ് സെയിം ആസ് ഡിമാൻഡ് കർവ്. എല്ലാം 1 and the same ഒന്ന് തന്നെയായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഇതിലേക്ക് ആവറേജ് റവന്യൂ കിട്ടി. നമുക്കിനി ഏതൊക്കെ 3 കോസ്റ്റ് കർവുകളാണ് ഇതിൽ വരയ്ക്കാനുള്ളത്. അപ്പോൾ അതിൽ ആവറേജ് കോസ്റ്റ് കർവ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ആവറേജ് കോസ്റ്റ് കർവ് വരയ്ക്കുകയാണ്. SAC അല്ലെങ്കിൽ AC എന്ന് കൊടുത്താലും മതി. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് SMC കർവിനെയാണ്. SMC കർവ്. അപ്പോൾ എവിടെയാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിരുന്നല്ലേ. ഇക്വിലിബ്രിയം ഈസ് ഫിക്സ്ഡ് അറ്റ് ദ പോയിന്റ് വെയർ MC ഈസ് ഈക്വൽ ടു MR. കണ്ടില്ലേ, SMCയും MRും തമ്മിൽ മീറ്റ് ചെയ്യണ പോയിൻ്റാണ് E എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും നേരെ താഴോട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടും. കണ്ടല്ലോ. അപ്പോൾ ഈക്വിലിബ്രിയം ഇവിടെ കമോഡിറ്റി വിൽക്കുന്ന വിലയാണ്, മാർക്കറ്റിൽ വിൽക്കുന്ന വിലയാണ് OP എന്ന് പറയുന്നത്. പക്ഷെ നോക്കിയേ, ഇവിടെ കോസ്റ്റ് AC ആവറേജ് കോസ്റ്റ് എത്രയേ വരുന്നുള്ളൂ? ഈ ഒരു എമൗണ്ടേ വരുന്നുള്ളൂ അല്ലേ. അതായത് ഈ നമ്മൾ താഴോട്ടേക്ക് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പോകുന്ന ലൈന് ആവറേജ് കോസ്റ്റിനെ കട്ട് ചെയ്യുന്നിടത്തുനിന്ന് നമ്മൾ OY ആക്സിസിലേക്ക് വരച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഓരോ യൂണിറ്റിലെയും ലാഭമെന്ന് മനസ്സിലാവും. അതായത് ഒറിജിനൽ കോസ്റ്റ് ഡിറ്റർമിൻഡ് പ്രൈസ് എന്ന് പറയുന്നത് സാധനത്തിൻ്റെ
വില ചെലവ് അടിസ്ഥാനപ്പെടുത്തിയുള്ള അല്ലെ ചെലവിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വില, കോസ്റ്റ് ഡിറ്റർമിൻഡ് പ്രൈസ് എന്ന് പറയും. അതെന്താണ്? OMA വരുന്നുള്ളൂ അല്ലേ. അതേസമയം വിൽക്കുന്നത് OPയിലാണ്. അപ്പോൾ ഓരോ യൂണിറ്റ് കമോഡിറ്റി വിൽക്കുമ്പോഴും MP വില അഡീഷണൽ കിട്ടും. M മാത്രമേ വരുന്നുള്ളൂ, പക്ഷേ P വില അധികമാണ്. എന്ന് വെച്ചാൽ ഒരു സാധനത്തിൽ കിട്ടുന്ന ലാഭമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ OQ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ലാഭം എത്രയാണെന്ന് നോക്കാം നമുക്ക്. എത്ര ലാഭം വരും? ഇവിടെ നോക്കിയേ, ഇത്രയും എമൗണ്ട് ലാഭമാണ്, ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതിനെ നമ്മൾ അബ്നോർമൽ പ്രോഫിറ്റ് എന്ന് പറയും. അബ്നോർമൽ പ്രോഫിറ്റ്, അതായത് ഷോർട്ട് റണ്ണിൽ ഫേം ഒന്നുകിൽ ലോസോ അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റോ ഏൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേമിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ്പ്ലനേഷൻ വരയ്ക്കാൻ AC കർവും MC കർവും വരയ്ക്കുക. എന്നിട്ട് ആ വരയ്ക്കുന്ന സ്റ്റെപ്പുകൾ കൃത്യമായി ഓർത്തിരിക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ചോദ്യം നമുക്ക് എക്സാമിന് പലതവണ വന്നിട്ടുണ്ട്. അതായത് ഡിഫൈൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്, എക്സ്പ്ലെയിൻ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ ഓഫ് ദ ഫേം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രം. അപ്പോൾ ഡയഗ്രത്തിൻ്റെ സഹായത്തോടുകൂടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻസ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.